ചിക്കൻ്റെ ഒരു മീൽ റെസിപ്പിയാണിന്ന് കാണിക്കുന്നത്. ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. വെയിറ്റ് ലോസ് ട്രൈ ചെയ്യുന്നവർക്കൊക്കെ ഇത് ഒരു ലഞ്ചിനോ ഡിന്നറിനോ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം 2 ചിക്കൻ്റെ ബ്രസ്റ്റ് പീസസ് എടുത്തു. നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് ഡ്രൈ ചെയ്ത് വരഞ്ഞെടുത്തു. മാരിനേറ്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് അതിൻ്റെ അകത്തോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരഞ്ഞെടുക്കുന്നത്. അതിനുശേഷം ഇതിൻ്റെ അകത്തോട്ട് മാരിനേഷന് വേണ്ടിയിട്ട് ഒരല്പം ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കാശ്മീരി ചില്ലി, അല്പം പെപ്പർ പൗഡറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നീട് അല്പം യോഗർട്ട് ഓർ തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് യൂസ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് എടുക്കുക. ഇത് 2 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുക. അതിനുശേഷം ഒരു പാൻ ചൂടാക്കി അതിലോട്ട് ബട്ടർ ആഡ് ചെയ്യുക. പിന്നീട് ഒരല്പം ഗാർലിക്കും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ഗാർലിക്കൊക്കെ മൂത്ത് വരുന്ന സമയത്ത് നല്ലൊരു സ്മെല്ല് വരും. ആ സ്മെല്ല് വരുമ്പോഴേക്കും നമ്മുടെ ചിക്കൻ ഇതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്ത് 2 സൈഡും തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഒരല്പം ഹാഫ് കുക്ക്ഡ് ആയി എന്ന് കാണുമ്പോഴത്തേക്കും അതിനകത്തോട്ട് വെജിറ്റബിൾസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ഞാനിവിടെ പൊട്ടറ്റോ ആൻഡ് ക്യാരറ്റാണ് ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. ഇത് നന്നായിട്ട് ഈ ഒരു ഗ്രേവിക്കകത്തോട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം അതിനകത്തോട്ട് കുറച്ച് ക്യാപ്സിക്കവും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുക. അല്പം വെന്ത് കഴിയുമ്പോഴേക്കും മൂടി ഓപ്പൺ ചെയ്ത് നമ്മളിതിൻ്റെ അകത്തോട്ട് ഒരല്പം കാഷ്യൂ നട്ട്സും മല്ലിയിലയും കൂടെ അരച്ച മിക്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഈ സ്റ്റേജിൽ നമുക്കൊരല്പം പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നീട് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെന്ന് തോന്നുവാണെങ്കിൽ ഈ സമയത്ത് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മൂടി വെച്ച് വേവിച്ച് ഡ്രൈ ആക്കി എടുക്കുക. അതിനുശേഷം അതിൻ്റെ അകത്തോട്ട് ചില്ലി ഫ്ലേക്സ് ഒരല്പം എരിവിന് വേണ്ടിയിട്ട് ചില്ലി ഫ്ലേക്സും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. വെയിറ്റ് ലോസ് ട്രൈ ചെയ്യുന്നവർക്കൊക്കെ ട്രൈ ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഹണി ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ ലാസ്റ്റ് എടുത്ത് കഴിയുമ്പോഴത്തേക്കും ഒരല്പം ഹണിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ റെസിപ്പിയാണ്.